പൗലോസ് ശ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം. ആമുഖം. പൗലോസ് തന്റെ ഏതൊക്കെ പ്രേഷിത യാത്രകളിലാണ് എഫേസോസ് കേന്ദ്രമായി പ്രവർത്തിച്ചിട്ടുള്ളത്? രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രേഷിത യാത്രകളിൽ. പൗലോസ് എത്ര വർഷത്തോളം എഫേസോസ് കേന്ദ്രമായി പ്രവർത്തിച്ചിട്ടുണ്ട്? 3 വർഷത്തോളം. പണ്ഡിതന്മാരിലധികവും എഫേസോസുകാർക്കുള്ള ലേഖനത്തെ പരിഗണിക്കുന്നത് എപ്രകാരമാണ്? ഈ ലേഖനം എഫേസോസുകാരെ മാത്രം ഉദ്ദേശിച്ചല്ല, ഏഷ്യയിലെ സഭകളിലെല്ലാം വായിക്കാൻ വേണ്ടി രചിക്കപ്പെട്ടതാണ്. പൗലോസ് തടവിലായിരിക്കുമ്പോഴാണ് ഈ ലേഖനം എഴുതിയത് എന്നതിന് ലേഖനത്തിൽ നിന്നുള്ള സൂചനകൾ ഏവ: എഫേസോസ് 3:1, എഫേസോസ് 4:1, എഫേസോസ് 6:20. എഫേസോസുകാർക്കുള്ള ലേഖനം എഴുതപ്പെടുന്നത് എന്ന്? AD 58-നും 60-നും ഇടയ്ക്ക്. എഫേസോസുകാർക്കുള്ള ലേഖനം എഴുതപ്പെടുന്നത് എവിടെ വെച്ചാണ്? റോമിൽ വെച്ച്. ലേഖനത്തിന്റെ ആദ്യ ഭാഗത്തെ പ്രതിപാദ്യം എന്ത്? ക്രിസ്തുവിശ്വാസം സ്വീകരിക്കാൻ വിജാതിയർക്ക് ലഭിച്ച വിളിയുടെ രഹസ്യം. ലേഖനകർത്താവ് ശ്ലാഘിക്കുന്ന സാർവത്രിക പരിത്രാണ പദ്ധതി ആരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്? രക്ഷ പ്രതീക്ഷിച്ചു കഴിയുന്ന യഹൂദരെയും അതിൽ നിന്ന് അകന്നു ജീവിക്കുന്ന വിജാതിയരെയും. യഹൂദരെയും വിജാതിയരെയും തമ്മിൽ വേർതിരിച്ചിരിക്കുന്ന ശത്രുതയുടെ മതിൽ തകർത്ത് ഇരുകൂട്ടരെയും ഒരു ജനമാക്കി തീർത്തത് ആരാണ്? ക്രിസ്തു. യഹൂദരെയും വിജാതിയരെയും തമ്മിൽ വേർതിരിച്ചിരിക്കുന്ന ശത്രുതയുടെ മതിൽ ക്രിസ്തു തകർത്തത് എന്തുമൂലമാണ്? തന്റെ മരണം മൂലം. സഭയിൽ നിലനിൽക്കേണ്ട ഐക്യത്തെ ഊന്നിപ്പറയുന്ന ലേഖനഭാഗം ഏത്? എഫേസോസ് 4-ാം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. എന്തിനുള്ള ഉദ്ബോധനമാണ് ലേഖനത്തിന്റെ അവസാന ഭാഗത്ത് കാണുന്നത്? ദൈവത്തിന്റെ ആയുധങ്ങൾ ധരിച്ച് പിശാചിനും അന്ധകാര ശക്തികൾക്കുമെതിരെ യുദ്ധം ചെയ്യാനുള്ള ആഹ്വാനം. എഫേസോസുകാർക്കുള്ള ലേഖനം അധ്യായം 1. എഫേസോസുകാർക്കുള്ള ലേഖനത്തിന്റെ ആരംഭത്തിൽ പൗലോസ് സ്വയം വിശേഷിപ്പിക്കുന്നത് എപ്രകാരമാണ്? യേശുക്രിസ്തുവിന്റെ അപ്പസ്തോലനായ പൗലോസ്. എഫേസോസുകാർക്കുള്ള ലേഖനം ദൈവതിരുമനസ്സിനാൽ യേശുക്രിസ്തുവിന്റെ അപ്പസ്തോലനായ പൗലോസ് എഴുതുന്നത് ആർക്കാണ്? ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായി എഫേസോസിലുള്ള വിശുദ്ധർക്ക്. എഫേസോസുകാർക്കുള്ള ലേഖനത്തിന്റെ ആരംഭത്തിൽ പൗലോസ് അവർക്ക് ആശംസിക്കുന്നത് എന്താണ്? കൃപയും സമാധാനവും. എഫേസോസുകാർക്കുള്ള ലേഖനത്തിന്റെ ആരംഭത്തിൽ ആരിൽ നിന്നുള്ള കൃപയും സമാധാനവുമാണ് പൗലോസ് എഫേസോസിലുള്ള വിശുദ്ധർക്ക് ആശംസിക്കുക? പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും. യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചത് എന്തിനാലെന്നാണ് ശ്ലീഹ രേഖപ്പെടുത്തുന്നത്? സ്വർഗീയമായ എല്ലാ ആത്മീയവരങ്ങളാലും. പിതാവായ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ തൻ്റെ മുൻപാകെ എപ്രകാരമായിരിക്കാനാണ് നമ്മെ തിരഞ്ഞെടുത്തത് എന്നാണ് പൗലോസ് നിരീക്ഷിക്കുന്നത്. സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ. തൻ്റെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നമ്മെ തിരഞ്ഞെടുത്ത ദൈവം തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി നിശ്ചയിച്ചത് എന്താണ്? യേശുക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന്. പിതാവായ ദൈവം തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് യേശുക്രിസ്തു വഴി നമ്മെ അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് മുൻകൂട്ടി നിശ്ചയിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? തൻ്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടി. പിതാവായ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവൻ ആരെന്നാണ് പൗലോസ് എഫേസോസ് ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിൽ സൂചിപ്പിക്കുന്നത്? യേശുക്രിസ്തു. പിതാവായ ദൈവത്തിന്റെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ കൈവന്നിരിക്കുന്നതായി പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നത് എന്ത്? പാപമോചനവും രക്ഷയും. ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും നമുക്ക് കൈവന്നിരിക്കുന്നുവെന്ന് ഉദ്ബോധിപ്പിക്കുന്ന പൗലോസ് ഈ കൃപ എപ്രകാരം നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നുവെന്നാണ് പറയുക? ജ്ഞാനത്തിലും വിവേകത്തിലും. പിതാവായ ദൈവം തൻ്റെ അഭീഷ്ടം ആരിൽ വ്യക്തമാക്കി എന്നാണ് പൗലോസ് പറയുക? ക്രിസ്തുവിൽ. ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തൻ്റെ അഭീഷ്ടമനുസരിച്ച് പിതാവായ ദൈവം നമുക്ക് മനസ്സിലാക്കി തന്നത് എന്തെന്നാണ് ശ്ലീഹ വിലയിരുത്തുന്നത്? തൻ്റെ പദ്ധതിയുടെ രഹസ്യം. തൻ്റെ പദ്ധതിയുടെ രഹസ്യം പിതാവായ ദൈവം നമുക്ക് മനസ്സിലാക്കി തന്നത് കാലത്തിൻ്റെ പൂർണ്ണതയിൽ എവിടെയുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള തൻ്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന പിതാവായ ദൈവം തൻ്റെ പദ്ധതി അനുസരിച്ച് ക്രിസ്തുവിൽ ചെയ്തത് എന്തെന്നാണ് പൗലോസ് വ്യക്തമാക്കുക? നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്ത് നിയോഗിച്ചു. പിതാവായ ദൈവം ക്രിസ്തുവിൽ നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്ത് നിയോഗിച്ചത് ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശയർപ്പിച്ച് നാം എങ്ങനെ ജീവിക്കുന്നതിനാണ്? ക്രിസ്തുവിൻ്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി. സത്യത്തിൻ്റെ വചനത്തിന് വിശുദ്ധ പൗലോസ് എഫേസോസ് ലേഖനത്തിലെ 1-ാം അധ്യായത്തിൽ നൽകുന്ന വിശേഷണം
രക്ഷയുടെ സദ്വാർത്ത. സത്യത്തിൻ്റെ വചനം രക്ഷയുടെ സദ്വാർത്തയാണെന്ന് നമ്മെ ഉദ്ബോധിപ്പിക്കുന്ന വിശുദ്ധ പൗലോസ് വാഗ്ദാനം ചെയ്യപ്പെട്ടതായി സൂചിപ്പിക്കുന്നത് എന്താണ്? പരിശുദ്ധാത്മാവ്. രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിൻ്റെ വചനം ശ്രവിക്കുകയും ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന നാം ആരിലൂടെ ആരിൽ മുദ്രിതമായിരിക്കുന്നുവെന്നാണ് ശ്ലീഹ പഠിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിൽ, ക്രിസ്തുവിൽ. ക്രിസ്തുവിൻ്റെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുക്കുന്നതുവരെ ആ അവകാശത്തിൻ്റെ അച്ചാരമായി പൗലോസ് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? പരിശുദ്ധാത്മാവ്. എഫേസോസ് ലേഖനത്തിലെ 2-ാമത്തെ തലക്കെട്ട് ക്രിസ്തു മഹോന്നതൻ. കർത്താവായ യേശുവിലുള്ള വിശ്വാസത്താൽ എഫേസോസുകാർ ആരോട് പ്രകടിപ്പിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് കേട്ടാണ് പൗലോസ് തൻ്റെ പ്രാർത്ഥനകളിൽ എഫേസോസുകാരെ അനുസ്മരിക്കുക. എല്ലാ വിശുദ്ധരോടും എഫേസോസുകാർ പ്രകടിപ്പിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് കേട്ട് തൻ്റെ പ്രാർത്ഥനകളിൽ എഫേസോസുകാരെ അനുസ്മരിക്കുന്നതിനോടൊപ്പം അവരെ പ്രതി എന്തു ചെയ്യുന്നതിൽ നിന്ന് വിരമിച്ചിട്ടില്ലെന്നുകൂടി പൗലോസ് സൂചിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നതിൽ നിന്ന്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്തിന് പൗലോസ് 1-ാം അധ്യായത്തിൽ നൽകുന്ന വിശേഷണം മഹത്വത്തിൻ്റെ പിതാവ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പൗലോസ് ആശംസിക്കുന്നത് എന്താണ്? ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ പ്രദാനം ചെയ്തുകൊണ്ട് നമ്മെ എന്തിലേക്ക് നയിക്കട്ടെ എന്നാണ് ശ്ലീഹ ആഗ്രഹിക്കുക? തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക്. വിശുദ്ധർക്ക് അവകാശമായി മഹത്വത്തിൻ്റെ പിതാവായ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നതായി പൗലോസ് എഴുതുന്നത് മഹത്വത്തിൻ്റെ സമൃദ്ധി. ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനാൽ തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നമ്മെ നയിക്കട്ടെ എന്ന് ആശംസിക്കുന്ന ശ്ലീഹ നമ്മുടെ ആന്തരിക നേത്രങ്ങളെ ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രകാശിപ്പിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്? 1. ഏതു തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് നമ്മെ വിളിച്ചിരിക്കുന്നത് എന്നറിയാൻ. 2. വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാൻ. നമ്മുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കുക വഴി അവിടുത്തെ പ്രഭാപൂർണമായ പ്രവർത്തനത്തിനനുസൃതമായി വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്നത് എന്തെന്നാണ് പൗലോസ് സൂചിപ്പിക്കുക? അവിടുത്തെ അപരിമേയമായ ശക്തിയുടെ മഹനീയത. പിതാവായ ദൈവത്തിൻ്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയതയാൽ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് അവിടുന്ന് ഇരുത്തിയത് എവിടെയാണ്? സ്വർഗത്തിൽ, അവിടുത്തെ വലത്തുവശത്ത്. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് സ്വർഗത്തിൽ തൻ്റെ വലത്തുവശത്തിരുത്തിയ ദൈവം ക്രിസ്തുവിനെ ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എന്തിനൊക്കെ ഉപരിയായാണ് ഉപവിഷ്ടനാക്കിയത്? എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും ഉപരി ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കുമുപരി ക്രിസ്തുവിനെ ഉപവിഷ്ടനാക്കിയ ദൈവം ക്രിസ്തുവിൻ്റെ പാദത്തിന് കീഴിലാക്കിയതെന്താണ്? എല്ലാ വസ്തുക്കളെയും. എല്ലാ നാമങ്ങൾക്കുമുപരി ക്രിസ്തുവിനെ ഉപവിഷ്ടനാക്കിയ എല്ലാ വസ്തുക്കളെയും ക്രിസ്തുവിൻ്റെ പാദത്തിന് കീഴിലാക്കിയ ദൈവം എല്ലാറ്റിനും മുകളിൽ ക്രിസ്തുവിനെ നിയമിക്കുകയും ചെയ്തത് എന്തായിട്ടാണ്? സഭയ്ക്ക് തലവനായി. ക്രിസ്തു സഭയുടെ തലവനാണെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ശ്ലീഹ തുടർന്ന് സഭയ്ക്ക് നൽകുന്ന വിശേഷണങ്ങൾ. 1. ക്രിസ്തുവിൻ്റെ ശരീരം. 2. ക്രിസ്തുവിൻ്റെ പരിപൂർണത. ക്രിസ്തുനാഥൻ സഭയുടെ തലവനും സഭ അവിടുത്തെ ശരീരവും എല്ലാ വസ്തുക്കളിലും സകലതും പൂർത്തിയാക്കുന്ന ക്രിസ്തുവിൻ്റെ പൂർണ്ണതയുമാണെന്ന് വിശുദ്ധ പൗലോസ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്ന എഫേസോസ് ലേഖനത്തിലെ അധ്യായവാക്യം 1-ാം അധ്യായം 23-ാം വാക്യം. എഫേസോസ് ലേഖനത്തിലെ 1-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 23. എഫേസോസുകാർക്കുള്ള ലേഖനം അധ്യായം 2. എഫേസോസുകാർ ഒരിക്കൽ മൃതരായിരുന്നതിന് കാരണമായി പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? അപരാധങ്ങളും പാപങ്ങളും. അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ മൃതരായിരുന്നപ്പോൾ എഫേസോസുകാർ പിന്തുടർന്നതെന്തിനെ എന്നാണ് പൗലോസ് അവരെ ഓർമ്മിപ്പിക്കുക? ഈ ലോകത്തിൻ്റെ ഗതി. അപരാധങ്ങളും പാപങ്ങളും മൂലം മൃതരായിരുന്നപ്പോൾ ഈ ലോകത്തിൻ്റെ ഗതി പിന്തുടർന്ന എഫേസോസുകാർ ആരെ അനുസരിച്ച് നടന്നിരുന്നുവെന്നാണ് ശ്ലീഹ നിരീക്ഷിക്കുന്നത്? അന്തരീക്ഷ ശക്തികളുടെ അധീശനെ. ഈ ലോകത്തിൻ്റെ ഗതി പിന്തുടരുന്ന അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപി ഏതെന്നാണ് ശ്ലീഹ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്? അന്തരീക്ഷ ശക്തികളുടെ അധീശൻ. ഈ ലോകത്തിൻ്റെ ഗതി പിന്തുടരുന്ന അനുസരണക്കേടിൻ്റെ മക്കളോടൊപ്പം ഒരു കാലത്ത് നമ്മളും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജീവിച്ചതെങ്ങനെയെന്നാണ് പൗലോസ് പറയുന്നത്?
ജഡമോഹങ്ങളിൽ. ഈ ലോകത്തിൻ്റെ ഗതി പിന്തുടരുന്ന ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിക്കുന്നവർ സ്വഭാവേന ആരായി മാറുന്നുവെന്നാണ് പൗലോസ് നിരീക്ഷിക്കുന്നത്. ക്രോധത്തിൻ്റെ മക്കൾ. നാം പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ചതെന്തെന്നാണ് ശ്ലീഹ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. മഹത്തായ സ്നേഹം. പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ നമ്മെ ആരോടൊപ്പം ജീവിച്ചുവെന്നാണ് ശ്ലീഹ വ്യക്തമാക്കുന്നത്. ക്രിസ്തുവിനോടുകൂടെ. വിശുദ്ധ പൗലോസിന്റെ അഭിപ്രായത്തിൽ നാം രക്ഷിക്കപ്പെട്ടത് എന്തിനാലാണ്? കൃപയാൽ. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച് സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്തിരുത്തിയ ദൈവം ക്രിസ്തുവിനോടുകൂടെ നമ്മയും ഉയർപ്പിച്ച് ഇരുത്തിയത് എവിടെയാണ്? സ്വർഗത്തിൽ ക്രിസ്തുവിനോടുകൂടെ. കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച 2 കാര്യങ്ങൾ ഏതൊക്കെയെന്നാണ് പൗലോസ് എഫേസോസ് ലേഖനത്തിലെ 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നത്. മഹത്തായ സ്നേഹം, കാരുണ്യം. കരുണാസമ്പന്നനായ ദൈവം യേശുക്രിസ്തുവിൽ നമ്മോട് കാരുണ്യം കാണിച്ചത് വരാനിരിക്കുന്ന കാലങ്ങളിൽ എന്ത് വ്യക്തമാക്കാനെന്നാണ് ശ്ലീഹ അഭിപ്രായപ്പെടുക. തൻ്റെ അപരിമേയമായ കൃപാസമൃദ്ധിയെ. എഫേസോസ് 2:8 അനുസരിച്ച് നാം രക്ഷിക്കപ്പെട്ടതിന് കാരണമായി ശ്ലീഹ എഴുതുന്നത് എന്താണ്? വിശ്വാസം വഴി കൃപയാൽ. നാം നേടിയെടുത്തതല്ലെന്നും മറിച്ച് അത് ദൈവത്തിൻ്റെ ദാനമാണെന്നും ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? രക്ഷ. നാം നേടിയെടുത്തതോ നമ്മുടെ പ്രവൃത്തികളുടെ ഫലമോ അല്ല രക്ഷ എന്ന് വ്യക്തമാക്കുന്ന വിശുദ്ധ പൗലോസ് അതിനാൽ ചെയ്യരുതെന്ന് ഉപദേശിക്കുന്നതെന്ത്? അഹങ്കരിക്കേണ്ടതില്ലെന്ന്. നാം നേടിയെടുത്തതോ നമ്മുടെ പ്രവൃത്തികളുടെ ഫലമോ അല്ല രക്ഷ എന്നതിനാൽ അഹങ്കരിക്കേണ്ടതില്ലെന്ന് ഉപദേശിക്കുന്ന ശ്ലീഹ തുടർന്ന് നാം ആരെന്നാണ് സൂചിപ്പിക്കുക? ദൈവത്തിൻ്റെ കരവേല. ദൈവത്തിൻ്റെ കരവേലയായി നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവർത്തികൾക്കായി ആരിൽ സൃഷ്ടിക്കപ്പെട്ടവരെന്നാണ് ശ്ലീഹ വിലയിരുത്തുന്നത്? യേശുക്രിസ്തുവിൽ. എഫേസോസ് ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിലെ ആദ്യ തലക്കെട്ട് അല്ലെങ്കിൽ പ്രധാന ആശയം രക്ഷ, ദൈവീകദാനം. എഫേസോസ് ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 11-32 വാക്യങ്ങളിലൂടെ ഏത് ആശയമാണ് ശ്ലീഹ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക? എല്ലാവരും ക്രിസ്തുവിൽ ഒന്ന്. എഫേസോസുകാർ ശരീരം കൊണ്ട് വിജാതീയരായിരുന്നപ്പോൾ ശരീരത്തിൽ കൈക്കൊണ്ട് പരിച്ഛേദനം സ്വീകരിക്കുന്നവർ എഫേസോസുകാരെ വിളിച്ചിരുന്നത് എന്താണ്? അപരിച്ഛേദിതർ. എഫേസോസുകാർ ശരീരം കൊണ്ട് വിജാതീയരും അപരിച്ഛേദിതരുമെന്ന് വിളിക്കപ്പെട്ടിരുന്ന അവസരത്തിൽ അവർ എപ്രകാരമായിരുന്നുവെന്ന കാര്യം അനുസ്മരിക്കാനാണ് ശ്ലീഹ ആവശ്യപ്പെടുന്നത്. ക്രിസ്തുവിനെ അറിയാത്തവർ, ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടവർ, ഉടമ്പടിയുടെ വാഗ്ദാനത്തിന് അപരിചിതർ, പ്രത്യാശയില്ലാത്തവർ, ലോകത്തിൽ ദൈവവിശ്വാസമില്ലാത്തവർ. ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന എഫേസോസുകാർ ഇപ്പോൾ സമീപസ്ഥരായിരിക്കുന്നത് എങ്ങനെയെന്നാണ് വിശുദ്ധ പൗലോസ് വ്യക്തമാക്കുന്നത്. യേശു ക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി. ക്രിസ്തു നമ്മുടെ സമാധാനമാണെന്ന് ശ്ലീഹ പ്രഖ്യാപിക്കുന്ന എഫേസോസ് ലേഖനത്തിലെ അധ്യായവാക്യം 2:14. നമ്മുടെ സമാധാനമായ ക്രിസ്തു ഇരുകൂട്ടരെയും ഒന്നിപ്പിച്ചുകൊണ്ട് തകർക്കുകയും ചെയ്തത് എന്താണ്? ശത്രുതയുടെ മതിലുകൾ. ശത്രുതയുടെ മതിലുകൾ തകർത്ത ക്രിസ്തു തൻ്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കിയതെന്തെന്നാണ് ശ്ലീഹ ചൂണ്ടിക്കാണിക്കുന്നത്? കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം. ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും തൻ്റെ ശരീരത്തിലൂടെ കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം ഇല്ലാതാക്കുകയും ചെയ്ത ക്രിസ്തു ഇരുകൂട്ടരുടെയും സ്ഥാനത്ത് സൃഷ്ടിച്ചതെന്താണ്? ഒരു പുതിയ മനുഷ്യനെ. കുരിശുവഴി ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാൻ ക്രിസ്തു ശ്രമിച്ചത് എന്തിനു വേണ്ടിയെന്നാണ് ശ്ലീഹ വിലയിരുത്തുന്നത്? തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാൻ. വിദൂരസ്ഥരായിരുന്ന എഫേസോസുകാരോടും സമീപസ്ഥരായിരുന്ന പൗലോസിനോടും സഹപ്രവർത്തകരോടും ക്രിസ്തു പ്രസംഗിച്ചത് എന്താണ്? സമാധാനം. വിദൂരസ്ഥരായിരുന്ന എഫേസോസുകാരോടും സമീപസ്ഥരായിരുന്ന പൗലോസിനോടും സഹപ്രവർത്തകരോടും ക്രിസ്തു സമാധാനം പ്രസംഗിച്ചതിനാൽ ക്രിസ്തുവിലൂടെ ഒരേ ആത്മാവിൽ ഇരുകൂട്ടർക്കും സാധിക്കുന്നത് എന്താണ്? പിതാവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ. ക്രിസ്തുവിലൂടെ ഒരേ ആത്മാവിൽ നമുക്ക് പിതാവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതിനാൽ നാം ആരല്ല എന്നാണ് പൗലോസ് ചൂണ്ടിക്കാണിക്കുക? അന്യരോ പരദേശികളോ? ക്രിസ്തുവിലൂടെ പിതാവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്ന നാം അന്യരോ പരദേശികളോ അല്ലെന്ന് വ്യക്തമാക്കുന്ന ശ്ലീഹ മറിച്ച് ആരെന്നാണ് ഓർമ്മിപ്പിക്കുക? വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളും. വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമായ നാം ആരുടെ അടിത്തറമേൽ
പണിതുയർത്തപ്പെട്ടവരാണെന്നാണ് ശ്ലീഹ പഠിപ്പിക്കുന്നത്. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അപ്പസ്തോലന്മാരാലും പ്രവാചകന്മാരാലും പണിതുയർത്തപ്പെട്ട അടിത്തറയുടെ മൂലക്കല്ല് ആരെന്നാണ് പൗലോസ് പ്രഖ്യാപിക്കുന്നത്? ക്രിസ്തു. വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളും അപ്പസ്തോലന്മാരും പ്രവാചകന്മാരാകുന്ന അടിത്തറമേലും പണിതുയർത്തപ്പെട്ടവരുമാണ് ക്രിസ്തുവിശ്വാസികൾ എന്ന് വ്യക്തമാക്കുന്ന ശ്ലീഹ ക്രിസ്തുവിൽ സമന്വയിക്കപ്പെട്ടിരിക്കുന്നതായി പറയുന്നത് എന്താണ്? ഭവനമൊന്നാകെ. ക്രിസ്തുവിൽ സമന്വയിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഭവനമൊന്നാകെ വളർന്നുകൊണ്ടിരിക്കുന്നത് എപ്രകാരമെന്നാണ് ശ്ലീഹ ചൂണ്ടിക്കാണിക്കുക? കർത്താവിൽ പരിശുദ്ധ ആലയമായി. കർത്താവിൽ പരിശുദ്ധമായ ആലയമായി ക്രിസ്തുവിൽ സമന്വയിക്കപ്പെട്ടിരിക്കുന്ന ഭവനം വളർന്നുകൊണ്ടിരിക്കുന്നത് പോലെ നാമും ക്രിസ്തുവിൽ പണിയപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി. എഫേസോസ് ലേഖനത്തിലെ 2-ാം അധ്യായത്തിൻ്റെ അവസാന തലക്കെട്ട് എല്ലാവരും ക്രിസ്തുവിൽ ഒന്ന്. എഫേസോസ് ലേഖനത്തിലെ 2-ാം അധ്യായത്തിലെ വാക്യങ്ങൾ 22. യേശുക്രിസ്തു എന്ന പദം എഫേസോസ് ലേഖനത്തിലെ 2-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് എത്ര തവണ ആവർത്തിക്കുന്നുണ്ട്? 4 തവണ. പരിശുദ്ധാത്മാവ് എന്ന പദം എഫേസോസ് ലേഖനത്തിലെ 2-ാം അധ്യായത്തിൽ എത്ര തവണ കാണുന്നുണ്ട്? 1 തവണ. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം അധ്യായം 3. 3-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ എഫേസോസുകാർ ആരെന്ന സൂചനയാണ് ശ്ലീഹ നൽകുന്നത്? വിജാതിയർ. വിജാതിയരായ എഫേസോസുകാർക്ക് വേണ്ടി യേശുക്രിസ്തുവിനെ പ്രതി താൻ എന്തായി തീർന്നിരിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്? തടവുകാരൻ. വിജാതിയരായ എഫേസോസുകാർക്ക് വേണ്ടി യേശുക്രിസ്തുവിനെ പ്രതി തടവുകാരനായി തീർന്നിരിക്കുന്ന പൗലോസ് അവർക്ക് വേണ്ടി എന്ത് കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ് അവകാശപ്പെടുന്നത്? ദൈവകൃപ. എഫേസോസുകാർക്ക് വേണ്ടി ദൈവകൃപ കൈകാര്യം ചെയ്യാൻ താൻ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണെന്ന രഹസ്യം ശ്ലീഹായ്ക്ക് അറിവായത് എങ്ങനെയായിരുന്നു? വെളിപാട് വഴി. താൻ എഴുതുന്നവ വായിക്കുമ്പോൾ എഫേസോസുകാർ തനിക്ക് ലഭിച്ചിരിക്കുന്ന ഏത് കാര്യം മനസ്സിലാക്കുമെന്നാണ് ശ്ലീഹ പ്രത്യാശിക്കുന്നത്? ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച. തനിക്ക് ലഭിച്ചിരിക്കുന്ന ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച ഇപ്പോൾ ആർക്കു കൂടി വെളിവാക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ് ശ്ലീഹ സൂചിപ്പിക്കുന്നത്? വിശുദ്ധരായ അപ്പസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും. തനിക്കും വിശുദ്ധരായ അപ്പസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും ലഭിച്ചിരിക്കുന്ന ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച ആരിലൂടെ വെളിവാക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ് പൗലോസ് പറയുന്നത്? പരിശുദ്ധാത്മാവിനാൽ. തനിക്കും വിശുദ്ധരായ അപ്പസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും പരിശുദ്ധാത്മാവിനാൽ വെളിവാക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച ആർക്ക് വെളിവാക്കപ്പെട്ടിരുന്നില്ലെന്നാണ് ശ്ലീഹ നിരീക്ഷിക്കുക? മറ്റു തലമുറകളിലെ മനുഷ്യർക്ക്. തനിക്കും വിശുദ്ധരായ അപ്പസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും ലഭിച്ച വെളിപാടനുസരിച്ച് വിജാതിയർക്ക് ലഭിച്ചിരിക്കുന്നതായി പൗലോസ് വ്യക്തമാക്കുന്ന 3 കാര്യങ്ങൾ: 1. കൂട്ടവകാശികൾ. 2. ഒരേ ശരീരത്തിലെ അംഗങ്ങൾ. 3. സുവിശേഷത്തിലൂടെ യേശുക്രിസ്തുവിൻ്റെ വാഗ്ദാനത്തിൻ്റെ ഭാഗവാക്കുകൾ. വിജാതിയരുടെ അപ്പസ്തോലൻ എന്ന ആശയം വിശദീകരിക്കുമ്പോൾ തനിക്ക് സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനാകാൻ സാധിച്ചതിന് കാരണമായി പൗലോസ് രേഖപ്പെടുത്തുന്നത് എന്താണ്? ദൈവത്തിൻ്റെ കൃപാവരം. ദൈവത്തിൻ്റെ കൃപാവരത്താൽ വിജാതിയരോട് പ്രസംഗിക്കപ്പെടുന്ന സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനായി തീർന്ന പൗലോസ് എന്തിൻ്റെ ഫലമായിട്ടാണ് തനിക്ക് ഈ കൃപാവരം നൽകപ്പെട്ടതെന്നാണ് പറയുക? അവിടുത്തെ ശക്തിയുടെ പ്രവർത്തനങ്ങളുടെ. ദൈവകൃപ കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച ലഭിച്ച സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനായ വിജാതിയരുടെ അപ്പസ്തോലനായ പൗലോസിനോട് അവരോട് എന്ത് പ്രസംഗിക്കാനുള്ള വരമാണ് നൽകപ്പെട്ടത്? ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച്. വിജാതിയരോട് ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കുന്നതിനോടൊപ്പം എല്ലാവർക്കും എന്ത് വ്യക്തമാക്കി കൊടുക്കാനുള്ള വരം കൂടിയാണ് ശ്ലീഹായ്ക്ക് നൽകപ്പെട്ടത്? സകലത്തിൻ്റെയും സ്രഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിൻ്റെ പ്രവർത്തനം. സകലത്തിൻ്റെയും സ്രഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാനുള്ള വരം നൽകപ്പെട്ട ശ്ലീഹ തുടർന്ന് താൻ ആരെന്നാണ് സൂചിപ്പിക്കുക? വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരൻ. സ്വർഗീയിടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ എന്ത് വെളിപ്പെടുത്തി കൊടുക്കാനാണ് ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യം മനസ്സിലാക്കാനുള്ള വരം ദൈവം തനിക്ക് നൽകിയെന്നാണ് ശ്ലീഹ വാദിക്കുക? ദൈവത്തിൻ്റെ ബഹുമുഖ ജ്ഞാനം. സ്വർഗീയിടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ ദൈവത്തിൻ്റെ ബഹുമുഖ ജ്ഞാനം വ്യക്തമാക്കി കൊടുക്കാൻ ദൈവം തന്നെ തിരഞ്ഞെടുത്തത്
ആരിൽ സാക്ഷാത്കരിക്കപ്പെട്ട അവിടുത്തെ നിത്യമായ ഉപദേശത്തിന് അനുസൃതമായെന്നാണ് ശ്ലീഹ നിരീക്ഷിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം നമുക്ക് എന്ത് ലഭിക്കുമെന്ന സൂചനയാണ് ശ്ലീഹ എഫേസോസ് 3:12 നൽകുന്നത്. ആത്മധൈര്യം. ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ലഭിക്കുന്ന ആത്മധൈര്യത്തോടൊപ്പം എന്ത് പ്രത്യാശയാണ് നമുക്കുള്ളതെന്നാണ് ശ്ലീഹ വ്യക്തമാക്കുന്നത്. ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശ. വിജാതീയരായ എഫേസോസുകാർക്ക് വേണ്ടി യേശുക്രിസ്തുവിനെ പ്രതി തടവുകാരനായതോടൊപ്പം അവർക്ക് വേണ്ടി താൻ സഹിക്കുന്നതെന്തെന്നാണ് ശ്ലീഹ പറയുന്നത്. പീഡകൾ. എഫേസോസുകാർക്ക് വേണ്ടി താൻ സഹിക്കുന്ന പീഡകളെ പ്രതി അവർ അനുഭവിക്കരുതെന്ന് ശ്ലീഹ അഭ്യർത്ഥിക്കുന്നതെന്താണ്? ഹൃദയവ്യഥ. എഫേസോസുകാർക്ക് വേണ്ടി താൻ സഹിക്കുന്ന പീഡകളെ പ്രതി അവർ ഹൃദയവ്യഥ അനുഭവിക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്ന ശ്ലീഹ അവരുടെ മഹത്വമായി കാണുന്നത് എന്താണ്? പൗലോസിന്റെ പീഡകൾ. സ്വർഗത്തിനും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകരണമായതാരെന്നാണ് പൗലോസ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്? പിതാവ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ പൗലോസ് മുട്ടുമടക്കുന്നത് ആരുടെ മുമ്പിലാണ്? സ്വർഗത്തിനും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിൻ്റെ. സ്വർഗത്തിനും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്ന പൗലോസ് അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നത് എന്താണ്? അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നമ്മുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്ന്. പിതാവിൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നമ്മുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നതോടൊപ്പം വിശ്വാസം വഴി വസിക്കണമെന്ന് ശ്ലീഹ പ്രാർത്ഥിക്കുന്നത് എന്താണ്? ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്ന്. വിശ്വാസം വഴി ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പൗലോസ് തുടർന്ന് പ്രാർത്ഥിക്കുന്നതെന്ത്? നാം സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്ന്. എല്ലാ വിശുദ്ധരോടുമൊപ്പം നമുക്ക് ഗ്രഹിക്കാൻ ശക്തി ലഭിക്കട്ടെ എന്ന് ശ്ലീഹ ആഗ്രഹിക്കുന്നത് എന്താണ്? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും. അറിവിനെ അതിശയിപ്പിക്കുന്നത് എന്തെന്നാണ് ശ്ലീഹ എഫേസോസ് ലേഖനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുക? ക്രിസ്തുവിൻ്റെ സ്നേഹം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നമുക്ക് ശക്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ശ്ലീഹ തുടർന്ന് നാം ഗ്രഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എന്ത്? അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം ഗ്രഹിക്കുക വഴി നാം എന്തിനാൽ പൂരിതമാക്കാൻ ഇടയാകട്ടെ എന്നാണ് ശ്ലീഹ പ്രത്യാശിക്കുക? ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന പിതാവായ ദൈവത്തിന് പൗലോസ് എന്നേക്കും മഹത്വം നൽകുന്നത് എപ്രകാരമാണ്? സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം. എഫേസോസ് ലേഖനത്തിലെ 3-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത്? 21. എഫേസോസുകാർക്കുള്ള ലേഖനം അധ്യായം 4. യേശുക്രിസ്തുവിനെ പ്രതി കർത്താവിന് വേണ്ടി താൻ തടവുകാരനായി തീർന്നിരിക്കുന്നുവെന്ന് പൗലോസ് ശ്ലീഹ ആവർത്തിച്ച് പറയുന്ന എഫേസോസ് ലേഖനത്തിലെ അധ്യായ വാക്യങ്ങൾ 3:1, 4:1. കർത്താവിന് വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്ന ശ്ലീഹ എങ്ങനെയുള്ള ജീവിതം നയിക്കുവാനാണ് നമ്മോട് അപേക്ഷിക്കുക? നമുക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിച്ചുകൊണ്ട് നാം സ്നേഹപൂർവ്വം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കേണ്ടതെങ്ങനെയെന്നാണ് പൗലോസ് ഉദ്ബോധിപ്പിക്കുന്നത്. പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ. വിളിക്ക് യോഗ്യമായ ജീവിതവും സ്നേഹപൂർവ്വം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കാനും പഠിപ്പിക്കുന്ന പൗലോസ് ഏത് കാര്യത്തിൽ ജാഗരൂകരായിരിക്കാനാണ് ആവശ്യപ്പെടുന്നത്? സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്താൻ. ഒരേ പ്രത്യാശയിൽ വിളിക്കപ്പെട്ട ക്രൈസ്തവ വിശ്വാസികൾക്കുള്ളതായി എഫേസോസ് 4:5-6 വാക്യങ്ങളിലൂടെ വിശുദ്ധ പൗലോസ് വ്യക്തമാക്കുന്നത് എന്താണ്? ഒരു ശരീരം, ഒരു ആത്മാവ്, ഒരു കർത്താവ്, ഒരു വിശ്വാസം, ഒരു ജ്ഞാനസ്നാനം. നമുക്കൊരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമുള്ളുവെന്ന് പൗലോസ് പ്രഖ്യാപിക്കുന്ന എഫേസോസ് ലേഖനത്തിലെ അധ്യായ വാക്യം 4-ാം അധ്യായം 5-ാം വാക്യം. എഫേസോസ് ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിലെ ആദ്യ തലക്കെട്ട് ഐക്യത്തിന് ആഹ്വാനം. കൃപാവരങ്ങളുടെ വൈവിധ്യത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിൻ്റെ ദാനത്തിനനുസൃതമായി നൽകപ്പെട്ടിരിക്കുന്നത് എന്തെന്നാണ് ശ്ലീഹ വ്യക്തമാക്കുന്നത്? കൃപ. ക്രിസ്തുവിൻ്റെ ദാനത്തിനനുസൃതമായി നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകപ്പെട്ടിരിക്കുന്നതിനാൽ ക്രിസ്തു ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ കൂടെ കൊണ്ടുപോയതാരെയെന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്? അസംഖ്യം തടവുകാരെ.
ക്രിസ്തുവിൻ്റെ ദാനത്തിനനുസൃതമായി നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകപ്പെട്ടിരിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന പൗലോസ് ക്രിസ്തു മനുഷ്യർക്ക് നൽകിയതെന്തെന്നാണ് പറയുക. ദാനങ്ങൾ. എഫേസോസ് ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൽ ശ്ലീഹ ഉന്നയിക്കുന്ന ആദ്യ ചോദ്യം, അവൻ ആരോഹണം ചെയ്തു എന്നതിൻ്റെ അർത്ഥം എന്താണ്? ക്രിസ്തു ആരോഹണം ചെയ്തു എന്നതിൻ്റെ അർത്ഥം അവിടുന്ന് എവിടേക്ക് ഇറങ്ങിയെന്നു കൂടിയല്ലേ എന്നാണ് ശ്ലീഹ സൂചിപ്പിക്കുക. ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക്. ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയ ക്രിസ്തു എല്ലാ സ്വർഗങ്ങൾക്കുമുപരി ആരോഹണം ചെയ്തത് എന്തിനു വേണ്ടിയെന്നാണ് പൗലോസ് വിലയിരുത്തുന്നത്. എല്ലാ വസ്തുക്കളെയും പൂരിതമാക്കാൻ വേണ്ടി. ക്രിസ്തുവിൻ്റെ ദാനത്തിനനുസൃതമായി മനുഷ്യർക്ക് കൃപകളും ദാനങ്ങളും നൽകപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ശ്ലീഹ അവിടുന്ന് ചിലർക്ക് ആരൊക്കെയായി മാറാനുള്ള വരം നൽകിയെന്നാണ് എഴുതുന്നത്. അപ്പസ്തോലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷ പ്രഘോഷകന്മാർ, ഇടയന്മാർ, പ്രബോധകന്മാർ. ക്രിസ്തു ചിലർക്ക് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരുമായി മാറാനുള്ള വരം നൽകിയതിന് കാരണമായി ശ്ലീഹ ചൂണ്ടിക്കാണിക്കുന്ന 3 കാര്യങ്ങൾ. 1. വിശുദ്ധരെ പരിപൂർണമാക്കുന്നതിന്. 2. ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിന്. 3. ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിന്. വിശുദ്ധരെ പരിപൂർണമാക്കുന്ന, ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്ന ശുശ്രൂഷയുടെ ജോലി വഴി എല്ലാവരും ഏതവസ്ഥയിൽ എത്തിച്ചേരണമെന്നാണ് ശ്ലീഹ ആഗ്രഹിക്കുന്നത്. വിശ്വാസത്തിൻ്റെ ഐക്യത്തിനും ദേവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും. വിശുദ്ധരെ പരിപൂർണമാക്കുന്ന, ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്ന ശുശ്രൂഷയുടെ ജോലി ഏതുവരെ തുടരേണ്ടിയിരിക്കുന്നുവെന്നാണ് ശ്ലീഹ വിലയിരുത്തുന്നത്. ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാവുകയും ചെയ്യുന്നതുവരെ. നമ്മെ തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്നത് എന്തെന്നാണ് പൗലോസ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. വക്രതയാർന്ന ഉപദേശങ്ങൾ. നമ്മെ തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽപ്പെട്ട് നാം ആരായി മാറരുത് എന്നാണ് പൗലോസ് ഉപദേശിക്കുന്നത്. ആടിയുലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കൾ. മനുഷ്യരുടെ വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടിയുലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളെ പോലെ ആകരുതെന്ന് ഉപദേശിക്കുന്ന ശ്ലീഹ പ്രത്യുത എല്ലാവിധത്തിലും നാം എന്തിലേക്ക് വളരേണ്ടിയിരിക്കുന്നു എന്നാണ് ഓർമ്മിപ്പിക്കുക. സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസ്സായ ക്രിസ്തുവിലേക്ക്. ആര് വഴിയാണ് ശരീരം മുഴുവൻ ഒരേ സന്ധിബന്ധവും അതതിൻ്റെ ജോലി നിർവഹിക്കത്തക്ക വിധം സമന്വയിക്കപ്പെട്ട് വളരുകയും സ്നേഹത്തിൽ രൂപപ്പെടുകയും ചെയ്യുന്നുവെന്ന് ശ്ലീഹ പറയുക. ക്രിസ്തു വഴി. നാം ഇനിയൊരിക്കലും ആരെപ്പോലെ ജീവിക്കരുത് എന്നാണ് വിശുദ്ധ പൗലോസ് കർത്താവിൽ നമ്മോട് ഉറപ്പിച്ചു പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നത്. വ്യർത്ഥചിന്തയിൽ കഴിയുന്ന വിജാതീയരെ പോലെ. ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നത് ആരെന്നാണ് ശ്ലീഹ എഴുതുന്നത്? വിജാതീയർ. വ്യർത്ഥചിന്തയിൽ കഴിയുന്ന, ഹൃദയകാഠിന്യ നിമിത്തം അന്ധത ബാധിച്ച വിജാതീയർ എന്ത് നിറഞ്ഞാണ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുക? ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ്. വ്യർത്ഥചിന്തയിൽ കഴിയുന്ന, ഹൃദയകാഠിന്യ നിമിത്തം അന്ധത ബാധിച്ച, ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ വിജാതീയർ മനസ്സ് മരവിച്ച് തങ്ങളെ തന്നെ സമർപ്പിച്ചത് എന്തിനാണ്? ഭോഗാസക്തിക്ക്. ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് കറ്റപ്പെട്ട വിജാതീയർ മനസ്സ് മരവിച്ച് തങ്ങളെ തന്നെ ഭോഗാസക്തിക്ക് സമർപ്പിച്ചുകൊണ്ട് ആവേശത്തോടെ മുഴുകിയത് എന്തിലാണ്? എല്ലാത്തരം അശുദ്ധിയിലും. വിജാതീയരുടെ പ്രവർത്തികളെല്ലാം ക്രിസ്തുവിൽ നിന്ന് പഠിച്ചതെന്ന് എഫേസോസുകാരെ ഓർമ്മിപ്പിക്കുന്ന ശ്ലീഹ അവർ ആരെക്കുറിച്ച് കേട്ടിട്ടുണ്ട് എന്നാണ് പറയുക? യേശുവിനെക്കുറിച്ച്. നമ്മുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ടത് എപ്രകാരമുള്ള പഴയ മനുഷ്യനെന്നാണ് ശ്ലീഹ സൂചിപ്പിക്കുന്നത്. വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യൻ. പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയാൻ ആവശ്യപ്പെടുന്ന പൗലോസ് നവീകരിക്കപ്പെടേണ്ടത് എപ്രകാരമെന്നാണ് നമ്മെ ഉദ്ബോധിപ്പിക്കുക. മനസ്സിൻ്റെ ചൈതന്യത്തിൽ. വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിഞ്ഞുകൊണ്ട് എങ്ങനെയുള്ള പുതിയ മനുഷ്യനെ ധരിക്കാനാണ് ശ്ലീഹ ഉപദേശിക്കുന്നത്? യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട. ക്രിസ്തുവിൽ നവജീവിതം എന്ന ആശയത്തിനു ശേഷം വിശുദ്ധ പൗലോസ് നമ്മെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന വിഷയം വർജിക്കേണ്ട തിന്മകൾ. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കാൻ ഉപദേശിക്കുന്ന ശ്ലീഹ വെടിയാൻ നിർദ്ദേശിക്കുന്നത് എന്താണ്? വ്യാജം.
വ്യാജം വെടിഞ്ഞ് എല്ലാവരും തങ്ങളുടെ അയൽക്കാരോട് എന്ത് സംസാരിക്കണമെന്നാണ് പൗലോസ് ഉപദേശിക്കുക? സത്യം. വ്യാജം വെടിഞ്ഞ് എല്ലാവരും തങ്ങളുടെ അയൽക്കാരോട് സത്യം സംസാരിക്കണമെന്ന് ശ്ലീഹ ആവശ്യപ്പെടുന്നതിനുള്ള കാരണം എന്താണ്? നാം ഒരേ ശരീരത്തിൻ്റെ അവയവങ്ങളായതിനാൽ. കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത് എന്നാവശ്യപ്പെടുന്ന ശ്ലീഹ നമ്മുടെ കോപം എപ്പോൾ വരെ നീണ്ടുപോകാതിരിക്കട്ടെ എന്നാണ് ഓർമ്മിപ്പിക്കുക. സൂര്യൻ അസ്തമിക്കുന്നതുവരെ. നാം ആർക്ക് അവസരം കൊടുക്കരുത് എന്നാണ് ശ്ലീഹ മുന്നറിയിപ്പ് നൽകുന്നത്? സാത്താന് അവസരം കൊടുക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മോഷ്ടാക്കളോട് ശ്ലീഹ കൽപ്പിക്കുന്നത് എന്താണ്? ഇനിമേൽ മോഷ്ടിക്കരുത്. ഇനിമേൽ മോഷ്ടിക്കരുതെന്ന് മോഷ്ടാക്കളെ ഉപദേശിക്കുന്ന ശ്ലീഹ എന്തെങ്കിലും സമ്പാദിക്കുന്നതിന് വേണ്ടി അവർ ചെയ്യട്ടെ എന്ന് പറയുന്നത് എന്താണ്? സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായ ജോലി. നമ്മുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടാതിരിക്കട്ടെ എന്ന് ശ്ലീഹ ആവശ്യപ്പെടുന്നത് എന്താണ്? തിന്മയുടെ വാക്കുകൾ. തിന്മയുടെ വാക്കുകൾ പുറപ്പെടുവിക്കാതെ കേൾവിക്കാർക്ക് എന്ത് പ്രദാനം ചെയ്യുന്നതിനായിട്ടാണ് അവരുടെ ഉന്നതിക്ക് ഉതകും വിധം നാം നല്ല കാര്യങ്ങൾ സന്ദർഭത്തിനനുസരിച്ച് സംസാരിക്കേണ്ടത്? ആത്മീയ ചൈതന്യം. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നമ്മെ മുദ്രിതരാക്കിയത് ആരെന്നാണ് ശ്ലീഹ വ്യക്തമാക്കുന്നത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. സാത്താന് അവസരം കൊടുക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുന്ന പൗലോസ് ആരെ വേദനിപ്പിക്കരുത് എന്നാണ് ഓർമ്മിപ്പിക്കുക? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ. ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയാനും വ്യാജം വെടിയാനും പറയുന്ന ശ്ലീഹ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെടുന്നത് എന്താണ്? സകല വിദ്വേഷവും ശോഭവും ക്രോധവും അട്ടഹാസവും ഭൂഷണവും എല്ലാ തിന്മകളോടും കൂടെ. ആരോട് ക്ഷമിച്ചതുപോലെയാണ് നാം പരസ്പരം ക്ഷമിക്കേണ്ടത് എന്നാണ് പൗലോസ് പഠിപ്പിക്കുക? ദൈവം ക്രിസ്തു വഴി നമ്മോട് ക്ഷമിച്ചതുപോലെ. ദൈവം ക്രിസ്തു വഴി നമ്മോട് ക്ഷമിച്ചതുപോലെ നാം പരസ്പരം ക്ഷമിച്ചുകൊണ്ട് കാണിക്കണമെന്ന് ശ്ലീഹ നിഷ്കർഷിക്കുന്നത് എന്താണ്? കരുണ. ദൈവം ക്രിസ്തു വഴി നമ്മോട് ക്ഷമിച്ചതുപോലെ നാം പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും എപ്രകാരം പെരുമാറണമെന്നാണ് ശ്ലീഹ ഉപദേശിക്കുന്നത്? ഹൃദയാർദ്രതയോടെ. എഫേസോസ് ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 32. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം അധ്യായം 5. ആരെപ്പോലെ ദൈവത്തെ അനുകരിക്കുന്നവരാകാനാണ് പൗലോസ് 5-ാം അധ്യായത്തിലെ ആരംഭത്തിൽ നമ്മെ ആഹ്വാനം ചെയ്യുന്നത്? വത്സല മക്കളെപ്പോലെ. വത്സല മക്കളെപ്പോലെ ദൈവത്തെ അനുകരിക്കുന്നവരാകാൻ ആവശ്യപ്പെടുന്ന ശ്ലീഹ എങ്ങനെ ജീവിക്കാനാണ് നമ്മെ ഉപദേശിക്കുന്നത്? ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ സ്നേഹത്തിൽ. ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെ ദൈവത്തിന് സമർപ്പിച്ചത് എപ്രകാരമാണെന്നാണ് ശ്ലീഹ എഴുതുന്നത്? സുരഭില കാഴ്ചയും ബലിയുമായി. ക്രിസ്ത്യാനികളുടെ ഇടയിൽ എന്തിൻ്റെ പേര് പോലും കേൾക്കരുത് എന്നാണ് വിശുദ്ധ പൗലോസ് ഉദ്ബോധിപ്പിക്കുന്നത്? വ്യഭിചാരത്തിൻ്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിൻ്റെയും. നമ്മുടെ ഇടയിൽ വ്യഭിചാരത്തിൻ്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിൻ്റെയും പേര് പോലും കേൾക്കാതെ ആർക്ക് യോഗ്യമായ രീതിയിൽ വർത്തിക്കാനാണ് ശ്ലീഹ നിർദ്ദേശിക്കുന്നത്? വിശുദ്ധർക്ക്, ക്രിസ്തുവിശ്വാസികൾക്ക്, ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർക്ക് യോജിച്ചതല്ലെന്ന് പൗലോസ് ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ. മ്ലേച്ഛത, വ്യർത്ഥഭാഷണം, ചാബല്യം. മ്ലേച്ഛതയും വ്യർത്ഥഭാഷണവും ചാബല്യവും നമുക്ക് യോജിച്ചതല്ലെന്ന് വിലയിരുത്തുന്ന പൗലോസ് പകരം ഉചിതമെന്ന് പറയുന്നത് എന്താണ്? കൃതജ്ഞതാസ്തോത്രം. ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ ആർക്ക് അവകാശമില്ലെന്ന കാര്യം അറിഞ്ഞുകൊള്ളുവിനെന്ന കാര്യമാണ് ശ്ലീഹ നമ്മെ അറിയിക്കുന്നത്. വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് ശ്ലീഹ രേഖപ്പെടുത്തുന്ന 4 വിഭാഗങ്ങളിൽ 3-ാമത്തെ വിഭാഗം അത്യാഗ്രഹി. ദൈവത്തെ അനുകരിക്കുക എന്ന ആശയം വിശദീകരിക്കുമ്പോൾ ആരും നമ്മെ എന്തിനാൽ വഞ്ചിക്കാതിരിക്കട്ടെ എന്നാണ് ശ്ലീഹ ആഗ്രഹിക്കുന്നത്? അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട്. അർത്ഥശൂന്യമായ വാക്കുകൾ മൂലം ആരുടെ മേൽ ദൈവത്തിൻ്റെ ക്രോധം നിബദിക്കുന്നുവെന്നാണ് പൗലോസ് വ്യക്തമാക്കുക? അനുസരണമില്ലാത്ത മക്കളുടെ മേൽ. അർത്ഥശൂന്യമായ വാക്കുകൾ മൂലം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ദൈവത്തിൻ്റെ ക്രോധം നിബദിക്കുന്നതിനാൽ അവരോട് സ്വീകരിക്കേണ്ട നിലപാട് എന്തായിരിക്കണമെന്നാണ് പൗലോസ് നിർദ്ദേശിക്കുന്നത്? സമ്പർക്കമരുതെന്ന്. ഒരിക്കൽ അന്ധകാരമായിരുന്ന നാം ഇപ്പോൾ എന്തായി മാറിയിരിക്കുന്നുവെന്നാണ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നത്? കർത്താവിൽ പ്രകാശം. കർത്താവിൽ പ്രകാശമായിരിക്കുന്ന നമ്മോട് ആരെപ്പോലെ വർത്തിക്കാനാണ് ശ്ലീഹ ആവശ്യപ്പെടുന്നത്? പ്രകാശത്തിൻ്റെ മക്കളെപ്പോലെ. കർത്താവിൽ പ്രകാശമായിരിക്കുന്ന നമ്മോട് പ്രകാശത്തിൻ്റെ മക്കളെപ്പോലെ വർത്തിക്കാൻ ആവശ്യപ്പെടുന്ന ശ്ലീഹ പ്രകാശത്തിൻ്റെ ഫലം പ്രത്യക്ഷപ്പെടുന്നത് എന്തിലെന്നാണ് പ്രതിപാദിക്കുന്നത്?
സകല നന്മയിലും നീതിയിലും സത്യത്തിലും അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ദൈവത്തിൻ്റെ ക്രോധം നിബദിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ശ്ലീഹ വിവേചിച്ചറിയാൻ ആവശ്യപ്പെടുന്നത് എന്താണ്? കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ. അനുസരണമില്ലാത്ത മക്കളുമായി സമ്പർക്കമരുതെന്ന് ഉപദേശിക്കുന്ന പൗലോസ് എന്തിൽ പങ്കുചേരരുത് എന്നുകൂടി അനുശാസിക്കുന്നുണ്ട്. അന്ധകാരത്തിന് നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരാതെ നാം എന്തു ചെയ്യണമെന്നാണ് ശ്ലീഹ നിഷ്കർഷിക്കുന്നത്? അവയെ കുറ്റപ്പെടുത്താൻ. കർത്താവിൽ പ്രകാശമായിരിക്കുന്ന നമ്മോട് പ്രകാശത്തിൻ്റെ മക്കളെ പോലെ ജീവിക്കാൻ പറയുന്ന വിശുദ്ധ പൗലോസ് പ്രശോഭിക്കുമെന്ന് സൂചിപ്പിക്കുന്നത് എന്ത്? പ്രകാശമായതെല്ലാം പ്രശോഭിക്കുമെന്നും എങ്ങനെ പ്രശോഭിക്കുന്നതെല്ലാം പ്രകാശമാണെന്ന് വ്യക്തമാക്കുന്ന ശ്ലീഹ ഉറങ്ങുന്നവൻ്റെ മേലും മരിച്ചവരുടെ മേലും പ്രകാശിക്കുന്നത് ആരെന്നാണ് പറയുക? ക്രിസ്തു. ദൈവത്തെ അനുകരിക്കാനും സ്നേഹത്തിൽ ജീവിക്കാനും വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ വർത്തിക്കുവാനും ഉദ്ബോധിപ്പിക്കുന്ന ശ്ലീഹ ആരെപ്പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്? വിവേകികളെപ്പോലെ. ക്രിസ്തു ഉറങ്ങുന്നവരുടെ മേലും മരിച്ചവരുടെ മേലും പ്രകാശിക്കുന്നതിനാൽ നാം ആരെപ്പോലെയാകാതെ ആരെപ്പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് പൗലോസ് നിർദ്ദേശിക്കുക. അവിവേകികളെപ്പോലെ ആകാതെ വിവേകികളെപ്പോലെ. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളായതിനാൽ നാം ചെയ്യണമെന്ന് വിശുദ്ധ പൗലോസ് ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? നമ്മുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ ആവശ്യപ്പെടുന്ന ശ്ലീഹ ഭോഷന്മാരാകാതെ മനസ്സിലാക്കാൻ ഉപദേശിക്കുന്നത് എന്താണ്? കർത്താവിൻ്റെ അഭീഷ്ടം എന്തെന്ന്. എഫേസോസ് ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൽ എന്തിനാൽ ഉന്മത്തരാകരുത് എന്ന ഉപദേശമാണ് ശ്ലീഹ മുന്നോട്ട് വയ്ക്കുന്നത്. വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുതെന്ന് പൗലോസ് നമ്മോട് ആവശ്യപ്പെടുന്നത് എന്തിനാലാണ്? വീഞ്ഞിൽ ദുരാസക്തിയുള്ള വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകുന്നതിന് പകരം നാം ചെയ്യണമെന്ന് പൗലോസ് നിർദ്ദേശിക്കുന്നത് ആത്മാവിനാൽ പൂരിതരാകാൻ പരിശ്രമിക്കണമെന്ന് ഉപദേശിക്കുന്ന ശ്ലീഹ പരസ്പരം സംഭാഷണം ചെയ്യേണ്ടത് എന്തിനാലെന്നാണ് പറയുക? സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും. ആത്മാവിൽ പൂരിതരാകാനും സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യാനും പറയുന്ന പൗലോസ് ഗാനാലാപനങ്ങളാൽ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത് എന്ത്? പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കാൻ. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി ആരുടെ നാമത്തിൽ ആർക്ക് കൃതജ്ഞതയർപ്പിക്കാനാണ് ശ്ലീഹ ആവശ്യപ്പെടുന്നത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന്. ക്രിസ്തു നമ്മോട് ക്ഷമിച്ചതുപോലെ പരസ്പരം ക്ഷമിക്കാൻ പഠിപ്പിക്കുന്ന ശ്ലീഹ ക്രിസ്തുവിനോട് കൂടി ബഹുമാനത്തെ പ്രതി നാം ചെയ്യണമെന്ന് കൽപ്പിക്കുന്നത് പരസ്പരം വിധേയരായിരിക്കാൻ. എഫേസോസ് ലേഖനത്തിൻ്റെ 5-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലൂടെ ഏത് ആശയമാണ് ശ്ലീഹ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്? ദൈവത്തെ അനുകരിക്കുക. ആർക്ക് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കാനാണ് ഭാര്യമാരോട് വിശുദ്ധ പൗലോസ് നിർദ്ദേശിക്കുക. കർത്താവിന് എന്ന പോലെ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണമെന്ന് പൗലോസ് ആവശ്യപ്പെടുന്നത് എന്തിനാലാണ്? ഭർത്താവ് ഭാര്യയുടെ ശിരസ്സായതിനാൽ. ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണെന്ന് വിലയിരുത്തുന്ന ശ്ലീഹ സഭയുടെ ശിരസ്സ് ആരെന്നാണ് പറയുക? ക്രിസ്തു. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ ക്രിസ്തുവിന് വിധേയമായിരിക്കുന്നത് പോലെ ആർക്ക് എല്ലാ കാര്യങ്ങളിലും വിധേയരായിരിക്കണമെന്നാണ് ശ്ലീഹ നിഷ്കർഷിക്കുന്നത്. ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണമെന്ന് പറയുന്ന ശ്ലീഹ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതെങ്ങനെയെന്ന് കാണിക്കാൻ ചൂണ്ടിക്കാണിക്കുന്ന 2 കാര്യങ്ങൾ. 1. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. 2. സഭയെ വിശുദ്ധീകരിക്കാൻ വേണ്ടി ക്രിസ്തു തന്നെ സമർപ്പിച്ചതുപോലെ. തന്നെ സമർപ്പിച്ചുകൊണ്ട് ക്രിസ്തു സഭയെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ചെയ്തത് എന്തെന്നാണ് ശ്ലീഹ എഴുതുന്നത്? ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ക്രിസ്തു സഭയെ ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കിയത് എപ്രകാരം സഭയെ തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിന് ആണെന്നാണ് പൗലോസ് നിരീക്ഷിക്കുന്നത്. കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി. ക്രിസ്തു സഭയെ ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? സഭ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനു വേണ്ടി. ക്രിസ്തുവിനോടും സഭയോടും ബന്ധപ്പെടുത്തി ഭാര്യാഭർത്തൃബന്ധത്തെ വിലയിരുത്തുന്ന ശ്ലീഹ ഭർത്താക്കന്മാർ ഭാര്യമാരെ എങ്ങനെ സ്നേഹിക്കണമെന്നാണ് 5-ാം അധ്യായം 28-ാം വാക്യത്തിലൂടെ പറയുക. സ്വന്തം ശരീരത്തെ എന്ന പോലെ. ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവ്
യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്തെന്നാണ് ശ്ലീഹ വിലയിരുത്തുന്നത്. തന്നെ തന്നെ സ്നേഹിക്കുന്നു. ഭാര്യാഭർത്തൃ ബന്ധത്തെ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തോട് സാദൃശ്യപ്പെടുത്തുന്ന വിശുദ്ധ പൗലോസ് ആരും ഒരിക്കലും ചെയ്യുന്നില്ലല്ലോ എന്ന് പറയുന്നത് എന്താണ്? സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലെന്ന്. ആരും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ എന്ന് പറയുന്ന ശ്ലീഹ ശരീരത്തോട് പുലർത്തുന്നത് എന്തെന്നാണ് പറയുക? പരിപോഷിപ്പിക്കുകയും പാലിക്കുകയും ചെയ്യുന്നു. നാം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണെന്ന് വിശുദ്ധ പൗലോസ് ഓർമ്മിപ്പിക്കുന്ന എഫേസോസ് ലേഖനത്തിലെ അധ്യായവാക്യം 5-ാം അധ്യായം 30-ാം വാക്യം. ഭാര്യാഭർത്തൃ ബന്ധം വിശുദ്ധീകരിക്കുമ്പോൾ നാം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ശ്ലീഹ ഇക്കാര്യത്താൽ ആരോട് ചേരുമെന്നാണ് പറയുക? പുരുഷൻ ഭാര്യയോട്. പുരുഷൻ ഭാര്യയോട് ചേരുന്നത് ആരെ വിട്ടെന്നാണ് ശ്ലീഹ എഴുതുന്നത്? പിതാവിനെയും മാതാവിനെയും. ഏത് ബന്ധത്തെയാണ് വിശുദ്ധ പൗലോസ് ഒരു വലിയ രഹസ്യമായി പരിഗണിക്കുന്നത്? ഭാര്യാഭർത്തൃ ബന്ധത്തെ. ഭാര്യാഭർത്തൃ ബന്ധത്തെ ഒരു വലിയ രഹസ്യമായി വിലയിരുത്തുന്ന ശ്ലീഹ എന്തിനോട് ബന്ധപ്പെടുത്തിയാണ് ഇക്കാര്യം പറയുന്നത്? സഭയോടും ക്രിസ്തുവിനോടും. അവസാനമായി വിശുദ്ധ പൗലോസ് ഭർത്താക്കന്മാർക്ക് നൽകുന്ന ഉപദേശം എന്താണ്? നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെയും സ്നേഹിക്കണം. അവസാനമായി പൗലോസ് ഭാര്യമാർക്ക് നൽകുന്ന ഉപദേശം എന്താണ്? ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. എഫേസോസുകാർക്കുള്ള ലേഖനം അധ്യായം 6. ഭാര്യ ഭർത്താക്കന്മാർക്കുള്ള സന്ദേശത്തിനു ശേഷം ആർക്കുള്ള പ്രബോധനമാണ് ശ്ലീഹ നൽകുക? മക്കൾക്കും മാതാപിതാക്കന്മാർക്കും. 6-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ കുട്ടികളോട് പൗലോസ് ഉപദേശിക്കുന്നത് എന്താണ്? കർത്താവിൽ മാതാപിതാക്കന്മാരെ അനുസരിക്കാൻ. എഫേസോസ് ലേഖനത്തിലെ 6-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ ന്യായുക്തമാണെന്ന് പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? കർത്താവിൽ കുട്ടികൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുന്നത്. വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഏതെന്നാണ് ശ്ലീഹ നമ്മെ പഠിപ്പിക്കുക? മാതാപിതാക്കന്മാരെ അനുസരിക്കുന്നത്. വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പനയനുസരിച്ച് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുമ്പോൾ മക്കൾക്ക് ലഭിക്കുന്ന 2 അനുഗ്രഹങ്ങൾ: 1 നന്മ കൈവരും, 2 ഭൂമിയിൽ ദീർഘകാലം ജീവിക്കും. വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന രേഖപ്പെടുത്തിയിരിക്കുന്ന പഴയ നിയമ പുസ്തകങ്ങൾ: പുറപ്പാട് 20:12, നിയമാവർത്തനം 5:16. 10 കൽപ്പനകളിലെ എത്രാമത്തെ കൽപ്പനയാണ് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുകയെന്ന വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന? 5-ാമത്തെ കൽപ്പന. കുട്ടികൾക്ക് ഉപദേശം നൽകിയതിനു ശേഷം പിതാക്കന്മാരോട് കുട്ടികളിൽ ഉളവാക്കരുതെന്ന് ശ്ലീഹ നിർദ്ദേശിക്കുന്നത് എന്ത്? കോപം. കുട്ടികളെ എപ്രകാരം വളർത്താനാണ് പൗലോസ് എല്ലാ പിതാക്കന്മാരെയും ഉദ്ബോധിപ്പിക്കുന്നത്? കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും. എഫേസോസ് ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിലെ 2-ാമത്തെ തലക്കെട്ട്: ഭൃത്യന്മാരും യജമാനന്മാരും. കുട്ടികൾക്കും മാതാപിതാക്കന്മാർക്കുമുള്ള ഉപദേശത്തിനു ശേഷം ശ്ലീഹ ആരെ കേന്ദ്രീകരിച്ചാണ് പ്രബോധനം നൽകുന്നത്? ഭൃത്യന്മാരും യജമാനന്മാരും. ദാസന്മാരോട് അവരുടെ ലൗകിക യജമാനന്മാരെ ആരെയെന്ന പോലെ അനുസരിക്കാനാണ് ശ്ലീഹ ആവശ്യപ്പെടുന്നത്? ക്രിസ്തുവിനെ. പൗലോസിൻ്റെ അഭിപ്രായത്തിൽ ദാസന്മാർ അവരുടെ ലൗകിക യജമാനന്മാരെ ക്രിസ്തുവിനെ എന്ന പോലെ അനുസരിക്കേണ്ടത് എങ്ങനെയാണ്? ഭയത്തോടും ബഹുമാനത്തോടും ആത്മാർത്ഥതയോടും കൂടെ. ദാസന്മാർ ലൗകിക യജമാനന്മാരെ അനുസരിക്കുന്നത് ആരെ പ്രീണിപ്പിക്കുന്നത് പോലെ ആയിരിക്കരുത് എന്നാണ് ശ്ലീഹ ഉപദേശിക്കുന്നത്? മനുഷ്യരെ. ഭൃത്യന്മാരെയും യജമാനന്മാരെയും ഉപദേശിക്കുന്ന വേളയിൽ ദാസന്മാരോട് ക്രിസ്തുവിൻ്റെ ദാസന്മാരായിരിക്കേണ്ടത് എങ്ങനെയെന്നാണ് ശ്ലീഹ വ്യക്തമാക്കുന്നത്? പൂർണ്ണ ഹൃദയത്തോടെ ദൈവഹിതം അനുവർത്തിച്ചുകൊണ്ട്. പൂർണ്ണ ഹൃദയത്തോടെ ദൈവഹിതം അനുവർത്തിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ദാസന്മാരായിരിക്കാൻ നമ്മെ ഉദ്ബോധിപ്പിക്കുന്ന ശ്ലീഹ ആർക്കു വേണ്ടി എന്ന പോലെ സന്മനസ്സോടെ ശുശ്രൂഷ ചെയ്യണമെന്നാണ് പറയുക? കർത്താവിന് വേണ്ടി. നല്ല പ്രവൃത്തികൾക്ക് കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് വിശുദ്ധ പൗലോസ് ഉറപ്പിച്ചു പറയുന്നത് എന്താണ്? തക്ക പ്രതിഫലം. നല്ല പ്രവൃത്തികൾക്ക് കർത്താവിൽ നിന്ന് തക്ക പ്രതിഫലം ലഭിക്കുമെന്നറിഞ്ഞുകൊണ്ട് നിങ്ങളും ഇതേ രീതിയിൽ തന്നെ ദാസന്മാരോട് പെരുമാറണമെന്ന് പൗലോസ് ആവശ്യപ്പെടുന്നത് ആരോടാണ്? യജമാനന്മാരോട്. കർത്താവിൽ നിന്ന് തക്ക പ്രതിഫലം ലഭിക്കുമെന്ന മനോഭാവം പുലർത്താൻ എല്ലാവരോടും ആവശ്യപ്പെടുന്ന പൗലോസ് യജമാനന്മാർ ദാസന്മാരോട് ചെയ്യരുതെന്ന് പറയുന്നത് എന്താണ്? ഭീഷണിപ്പെടുത്തരുതെന്ന്. സ്വർഗത്തിൽ ആരുണ്ടെന്ന കാര്യം അറിയണമെന്നാണ് ഭൃത്യന്മാരെയും യജമാനന്മാരെയും ഉപദേശിക്കുമ്പോൾ ശ്ലീഹ ഓർമ്മിപ്പിക്കുക. ഭൃത്യരുടെയും യജമാനന്മാരുടെയും യജമാനൻ. ഭൃത്യന്മാരുടെയും യജമാനന്മാരുടെയും സ്വർഗത്തിലുള്ള യജമാനന്റെ സവിശേഷതയായി ശ്ലീഹ എഴുതുന്നത് എന്താണ്? മുഖം നോട്ടമില്ല.
ആത്മീയ സമരത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ എപ്രകാരം കരുത്തുള്ളവരാകണമെന്നാണ് പൗലോസ് നമ്മോട് നിർദ്ദേശിക്കുന്നത്. കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രഭാവത്തിലും കരുത്തുള്ളവരായിക്കൊണ്ട് സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ ധരിക്കേണ്ടതെന്തെന്നാണ് ശ്ലീഹ പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കാൻ ഉപദേശിക്കുന്ന ശ്ലീഹ നാം പടവെട്ടുന്നത് എന്തിനെതിരായിട്ടല്ലെന്നാണ് നിരീക്ഷിക്കുന്നത്. മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല നാം പടവെട്ടുന്നതെന്ന് വ്യക്തമാക്കുന്ന വിശുദ്ധ പൗലോസ് മറിച്ച് ആർക്കെതിരായിട്ടെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയിടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരെ. ആത്മീയ സമരത്തെക്കുറിച്ച് വിശദമാക്കുമ്പോൾ നാം പടവെട്ടുന്നുവെന്ന് പൗലോസ് പറയുന്ന 4 വിഭാഗങ്ങളിൽ മൂന്നാമത്തേത് ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർ. പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയിടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരെ പടവെട്ടുന്ന ആത്മീയ സമരത്തിലാണ് ക്രിസ്തുവിശ്വാസികൾ എന്നതിനാൽ നാം നിർബന്ധമായും ധരിക്കേണ്ടത് എന്താണ്? ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുന്നത് വഴി നമുക്ക് സാധിക്കുമെന്ന് ശ്ലീഹ പ്രത്യാശിക്കുന്ന 2 കാര്യങ്ങൾ. 1. തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാൻ. 2. എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാൻ. ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുന്നത് വഴി തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും സാധിക്കുമെന്നതിനാൽ നാം ഉറച്ചു നിൽക്കേണ്ടത് എങ്ങനെയാണ്? സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് ഉറച്ചു നിൽക്കണമെന്ന് ഉപദേശിക്കുന്ന ശ്ലീഹ തുടർന്ന് ധരിക്കണമെന്ന് പറയുന്നത് എന്താണ്? സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ. ആത്മീയ സമരത്തെക്കുറിച്ച് ഉദ്ബോധനം നൽകുമ്പോൾ നാം ധരിക്കണമെന്ന് ശ്ലീഹ നിർദ്ദേശിക്കുന്നവ: ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും, നീതിയുടെ കവചം, സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ. ആത്മീയ സമരത്തെക്കുറിച്ചുള്ള പ്രബോധനത്തിൽ സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്താൻ നമ്മെ ശക്തരാക്കുന്നതിന് നാം എടുക്കണമെന്ന് ശ്ലീഹ പറയുന്നത് എന്ത്? വിശ്വാസത്തിൻ്റെ പരിച. നമ്മുടെ ആത്മീയ സമരത്തിൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും, നീതിയുടെ കവചവും, സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകളും ധരിക്കാൻ ഉപദേശിക്കുന്ന ശ്ലീഹ അണിയാൻ പറയുന്നത് എന്താണ്? രക്ഷയുടെ പടത്തൊപ്പി. നമ്മുടെ ആത്മീയ സമരത്തിൽ സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ, തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരെ പടവെട്ടാൻ നാം ധരിക്കണമെന്നും അണിയണമെന്നും വിശുദ്ധ പൗലോസ് ഓർമ്മിപ്പിക്കുന്നവ: 1. ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും. 2. നീതിയുടെ കവചം. 3. സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ. 4. രക്ഷയുടെ പടത്തുപ്പി. ആത്മീയ സമരത്തെക്കുറിച്ചുള്ള വിവരണത്തിൽ ആത്മാവിൻ്റെ വാൾ എന്തെന്നാണ് ശ്ലീഹ നമ്മെ പഠിപ്പിക്കുക? ദൈവവചനം. സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ, തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരെ പടവെട്ടാൻ രക്ഷയുടെ പടത്തൊപ്പി അണിഞ്ഞുകൊണ്ട് എടുക്കുകയും ചെയ്യുവിനെന്ന് പൗലോസ് ആവശ്യപ്പെടുന്നത് എന്ത്? ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ. എഫേസോസ് ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിലെ 4-ാമത്തെ പ്രധാനപ്പെട്ട ആശയം: നിരന്തരം പ്രാർത്ഥിക്കുവിൻ. ശ്ലീഹായുടെ അഭിപ്രായത്തിൽ ക്രിസ്തുവിശ്വാസികൾ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാനിരതരായിരിക്കേണ്ടത് എങ്ങനെയാണ്? അപേക്ഷകളോടും യാചനകളോടും കൂടെ. എല്ലാ സമയവും അപേക്ഷകളോടും യാചനകളോടും കൂടെ ആത്മാവിൽ പ്രാർത്ഥനാനിരതരായി അവിശ്രാന്തമുണർന്നിരുന്ന് നാം പ്രാർത്ഥിക്കേണ്ടത് ആർക്കു വേണ്ടിയാണ്? എല്ലാ വിശുദ്ധർക്കും വേണ്ടി.